പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൊല്ലത്ത് നിന്നുള്ള ആവേശ കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇനിയും വടക്കൻ കേരളത്തിലേക്ക് പോകേണ്ടതുണ്ട്. ആദ്യം പാലക്കാട്ടേക്കും പിന്നീട് കാസർകോട്ടെ മഞ്ചേശ്വരത്തേക്കും ഒക്കെ പോകാം. പാലക്കാട്ട് ആലത്തൂരിൽ അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. ആലത്തൂരിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് NDA സ്ഥാനാർത്ഥി പ്രസന്നകുമാർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥിക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഈ പാലക്കാട് ജില്ലയിൽ ആകെ അതിശക്തമായ മത്സരം നടക്കുന്ന വിവിധ മണ്ഡലങ്ങളുണ്ട്. അതിലൊന്നാണല്ലോ ആലത്തൂർ. അപ്പോൾ അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താണ്? ഈ തവണ അവിടെ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് NDA സ്ഥാനാർത്ഥി പറയുന്നുണ്ടല്ലോ, അതിന്റെ കാരണം എന്താണ് പറയുന്നത്? ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് ആലത്തൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഒട്ടനവധി വിഷയങ്ങൾ, പ്രത്യേകിച്ച് കർഷകരുടെയൊക്കെ നീറുന്ന പ്രശ്നങ്ങൾ ഈ ആലത്തൂർ മണ്ഡലത്തിൽ വലിയ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പ് അത് ഒരു മാറ്റം സൃഷ്ടിക്കുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രസന്നകുമാർ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇടത് കോട്ട എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി CPM നേരിട്ടിട്ടുണ്ട് ആലത്തൂരിൽ. അപ്പോൾ അത് നിയമസഭയിലും ആവർത്തിക്കുന്ന തരത്തിൽ തന്നെ ആയിരിക്കും. എന്താണ് ഈ ഒരു അവസാന ഘട്ടത്തിലുള്ള പ്രതീക്ഷകളൊക്കെ? ഈ ആലത്തൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആലത്തൂരിലെ വികസനം എന്ന് പറയുന്നത് ശരിക്കും ബസ് സ്റ്റാൻഡുകളുടെ വികസനവും കുറേ ലൈറ്റുകൾ ഇട്ടു എന്നല്ലാതെ വേറെ ഒന്നും ആലത്തൂരിൽ നടന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ആലത്തൂർ കേരള സംസ്ഥാനം ഉണ്ടായതിനു ശേഷം ആലത്തൂർ ടൗണിൻ്റെ സ്ഥിതി എന്താണെന്ന് നമ്മൾ പറയാതെ തന്നെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അന്നെന്താണോ അതേ അവസ്ഥയാണ് ആലത്തൂർ ടൗൺ. ഹൈവേ വന്നതിന് ശേഷം അതിൻ്റെ റോഡ് വീതി കൂടിയെന്നല്ലാതെ ആലത്തൂർ ടൗണിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതാണ്. അതുപോലെ തന്നെ കർഷകരുടെ വീടുകളിൽ നെല്ല് കെട്ടിക്കിടക്കുകയാണ്. ജനം മാറി ചിന്തിക്കാൻ തുടങ്ങിയതിൻ്റെ തുടക്കമാണ് തൃശ്ശൂരിൽ ആളുകൾ വോട്ട് ചെയ്ത് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതും. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുകോട്ടയൊക്കെ പൊളിഞ്ഞ് അത് ചീട്ട് കൊട്ടാരം പോലെ പൊളിയുന്നൊരവസ്ഥയിലേക്കാണ് കേരളത്തിലെ ജനങ്ങളും ആലത്തൂർ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളും തീരുമാനിച്ചിരിക്കുന്നതാണ് ഈ അവസാനഘട്ട റൗണ്ടിൽ നമുക്ക് പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് അറിയുന്നത്. ഈ ഇലക്ഷൻ വളരെ വേഗത്തിൽ പ്രഖ്യാപിച്ചതാണെങ്കിലും പക്ഷേ അവസാന ഘട്ടത്തിൽ BJP NDA പ്രചരണ രംഗത്തായാലും പ്രവർത്തന രംഗത്തിലായാലും വളരെ ഫാസ്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ആളുകളെ കാണുമ്പോഴും ചിരിച്ച് സന്തോഷത്തോടു കൂടിയാണ് കൈതരുന്നത്. ആലത്തൂരിൽ മാറ്റം വേണമെന്ന് സാധാരണപ്പെട്ട വോട്ടർമാർ ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് NDAയുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. കൊട്ടിക്കലാശമാണെന്ന്. അപ്പം ഈ പ്രധാന വിഷയങ്ങൾ ഇന്നും വലിയ സജീവ ചർച്ച തന്നെയാണ്. അതായത് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ ഈ മണ്ഡലത്തിൽ ചർച്ച തന്നെയാണ്. ശബരിമല വിഷയത്തെക്കുറിച്ചിട്ട് ഇവിടുത്തെ ദേവന്മാർക്ക് പോലും സുരക്ഷിതമില്ല എന്നുള്ള കാര്യം നമ്മൾ പറയാതെ തന്നെ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അത് എന്തായാലും ഇവിടുത്തെ വിശ്വാസികളും ഇവിടുത്തെ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തിനെ കുറിച്ചിട്ടും വളരെ വ്യക്തമായിട്ട് ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇവിടുത്തെ ഭക്തന്മാരായിക്കോട്ടെ, ഇവിടുത്തെ ഇന്നിപ്പോൾ ഹിന്ദുക്കളുടെ വിഷയമാണെങ്കിൽ നാളെ എല്ലാ മതങ്ങളെയും ബാധിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ ഭരണം തുടർന്നാൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആലത്തൂരിൻ്റെ ഇടതുകോട്ട പ്രാവശ്യം പൊളിഞ്ഞു വീഴുന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. ഈ കൊട്ടിക്കലാശത്തിന് എങ്ങനെയാണ് വൈകിട്ട് ആലത്തൂർ നഗരത്തിൽ തന്നെയാണ് എല്ലാ പഞ്ചായത്തിൽ നിന്നും ബൈക്കുകളും ആളുകളും വന്നതിന് ശേഷം നമ്മൾ ആലത്തൂർ കിണ്ടിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് നമ്മൾ ബഹുജന റാലി ആയിട്ടാണ് പോകുന്നത്. ആ റാലി നമ്മൾ SNRൻ്റെ അവിടെ, ആലത്തൂർ ടൗണിലെ SNRൻ്റെ അവിടെയാണ് സമാപനം. അവസാന മണിക്കൂറുകളിലും പരമാവധി ആളുകളെ നേരിട്ട് കാണുക, അതാണ് ഇപ്പോൾ? തീർച്ചയായും അവസാന നാളുകളിലും നമ്മൾ ഇന്നത്തെ ദിവസത്തോട് പ്രചരണം കഴിയുന്നതിൽ മാക്സിമം കീ വോട്ടേഴ്സ്, അതുപോലെ തന്നെ എല്ലാ സമുദായ നേതാക്കൾ അവരെല്ലാം കണ്ടുകൊണ്ട് വോട്ടുറപ്പിക്കുന്ന അതിതീവ്രമായ പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ്. ഏതായാലും ശക്തമായ രീതിയിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് NDA സ്ഥാനാർത്ഥി പ്രസന്നകുമാർ പറയുന്നത്. മാത്രമല്ല, ഈ ആലത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി വികസന പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആലത്തൂർ നഗരത്തിന് ഉൾപ്പെടെ ഇതുവരെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇടതുപക്ഷം കാലങ്ങളോളം ഭരിച്ചിട്ടും ഒരു മാറ്റവും ഇല്ലാതെ ആ നഗരം തുടരുന്ന സാഹചര്യം. എന്തായാലും ആലത്തൂരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ NDAയുടെ സ്ഥാനാർത്ഥി പ്രസന്നകുമാറാണ് അരുൺ ആലത്തൂരിന് ഒപ്പം ചേർത്തത്. കർഷകർ ധാരാളമുള്ള മണ്ഡലത്തിൽ കാർഷിക വിഷയങ്ങൾ, ഈ സർക്കാരിന്റെ കാർഷിക ദ്രോഹ നയങ്ങൾ അത് കൃത്യമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാകും നടക്കുന്നത് എന്നാണ് NDA സ്ഥാനാർത്ഥി വ്യക്തമാക്കിയത്.